ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 162 സൂചി ഒളിപ്പിച്ച പഴം. ഭാഗം 162 സൂചി ഒളിപ്പിച്ച പഴം. ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു മാധു കുത്തകക്കാരൻ. തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള പുളിമൂടെന്ന ഭവനത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഗുരുദേവൻ ചില അവസരങ്ങളിലെല്ലാം ആ ഭവനത്തിൽ വന്ന് വിശ്രമിക്കാറുണ്ടായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം ഗുരുദേവൻ മാധു കുത്തകക്കാരൻ്റെ ഭവനത്തിൽ വന്നു ചേർന്നു. അതറിഞ്ഞ് ജനങ്ങൾ അവിടേക്ക് തിക്കിത്തിരക്കിയെത്തി. അക്കൂട്ടത്തിൽ വന്നു ചേർന്നിരുന്ന ഒരാൾ ഗുരുദേവന് സമർപ്പിക്കുവാൻ ഒരു പടല കപ്പപ്പഴവുമായിട്ടാണ് എത്തിയിരുന്നത്. ആ പഴം തൻ്റെ വീട്ടിലുണ്ടായതാണെന്നും അത് ഗുരുദേവന് കാഴ്ച വയ്ക്കുവാനാണെന്നും അയാൾ മാധു കുത്തകക്കാരനെ കണ്ട് അറിയിച്ചു. അപ്പോൾ അദ്ദേഹം അതിനുള്ള സൗകര്യമൊരുക്കി കൊടുത്തു. അയാൾ ആ കപ്പപ്പഴം പടലയോടെ തന്നെ ഗുരുദേവന് കാഴ്ചവെച്ചു. ഗുരുദേവൻ ആ പടലയിൽ നിന്നും ഒരു പഴം അടർത്തിയെടുത്തു കാണിക്ക വെച്ച ആളിനു തന്നെ പ്രസാദമായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കഴിക്കണം. അയാൾ ആ പഴം വാങ്ങി അല്പനേരത്തേക്ക് ഷോക്കേറ്റതുപോലെ നിന്നുപോയി. എന്തു പറയണം, എന്തു ചെയ്യണം എന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന അയാളോട് ഗുരുദേവൻ ചോദിച്ചു, എന്താ കഴിച്ചുകൂടെയോ? അവിടെ കൂടി നിന്നവരെല്ലാം അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ടിട്ട് മാധു കുത്തകക്കാരൻ അയാളോട് പരിഭ്രമിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യമന്വേഷിച്ചു. അപ്പോൾ രഹസ്യമായി അയാൾ ഇങ്ങനെ പറഞ്ഞു, ഗുരുദേവനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ച് ആ പടലയിലെ ഒരു പഴത്തിൽ ഞാനൊരു സൂചി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതേ പഴം തന്നെയാണ് ഗുരുദേവൻ അടർത്തി തന്നിട്ട് എന്നോട് കഴിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. അയാൾ പരിഭ്രമം മാറാതെ മാധു കുത്തകക്കാരനോട് മാപ്പ് അപേക്ഷിച്ചു. എന്നിട്ട് മറ്റുള്ളവർ കാര്യം അറിയും മുൻപ് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഗുരുവേ ശരണം, ഗുരുവേ ശരണം, ശ്രീനാരായണ ഗുരുവേ ശരണം. തവ പദ ശരണം, തിരുവടി ശരണം, ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം, ശരണം ഗുരുവേ, ശ്രീനാരായണ ഗുരുവേ ശരണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 162 സൂചി ഒളിപ്പിച്ച പഴം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.